ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു മെഹന്തി ഡിസൈനാണ് കാണിക്കുന്നത്. രണ്ട് സൈഡിലും ഒരുപോലെ തന്നെ വരച്ചെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ആദ്യം ഒരു സ്പൈറൽ വരച്ചെടുക്കുക. എന്നിട്ട് ആ ഒരു സ്പൈറലിന് മുകളിൽ ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സ്പൈറലിൻ്റെ ചുറ്റിലും ഹംസ് വരച്ചെടുക്കുക. ഇതുപോലെ തന്നെ അതിനോട് ചേർന്ന് ഒരു സ്പൈറൽ കൂടെ വരച്ചിട്ട് ഒന്ന് ഫ്ലവറാക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ മഴത്തുള്ളിൻ്റെ ഒരു ഷേപ്പ് വരച്ച് കൊടുത്ത ശേഷം വരുന്ന രണ്ട് ലൈൻസ് ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിന് മുകളിലും ഹംസ് വരച്ചെടുക്കുക. ഇനി അടുത്തൊരു മഴത്തുള്ളിൻ്റെ ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് രണ്ട് ലൈൻസ് വരുന്ന രീതിയിലൊന്ന് വരച്ചിട്ട് അതിന് മുകളിലും ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ഡിസൈൻ്റെ മുകളിലായിട്ട് ഒരു സ്പൈറൽ വരച്ച് കൊടുക്കുക. ആ ഒരു സ്പൈറലിന് മുകളിൽ ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ സൈഡിലും ഒരേപോലെ ഹംസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു സ്പൈറലിന് മുകളിൽ ചുറ്റിലും ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ വീണ്ടും ഒരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് അതിനുള്ളിൽ ഒരു മഴത്തുള്ളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കുക. ഇനി ഈ ഒരു ഷേപ്പിലുള്ള ലൈനിന് മുകളിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ ഒന്ന് പെറ്റൽസ് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഫ്ലവറിന് മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ. ഇനി ഈ വരച്ചെടുത്ത ഡിസൈൻ്റെ സൈഡ് ഭാഗത്ത് മാത്രം ഇതുപോലെ ചുറ്റിലും ഒന്ന് ഡോട്ട്സ് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിലായിട്ട് സ്പൈറൽ അടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ 3 ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്പൈറൽസിന് മുകളിൽ ഇതുപോലെ ഒന്ന് പെറ്റൽസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്ത 3 സ്പൈറൽസും ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്പൈറൽസിന് മുകളിലും പെറ്റൽസ് ചുറ്റിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ രണ്ട് സൈഡിലുള്ള ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ 3 ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫ്ലവറിൽ നിന്ന് അടുത്ത ഫ്ലവറിലോട്ട് പോകുന്ന രീതിയിൽ ഇതുപോലെ ഒരു വരുന്ന ലൈനൊന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈനിന് മുകളിൽ ഡോട്ട്സ് അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പോൾ ഈ വരച്ചെടുത്ത ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വീണ്ടും 2 വരുന്ന ലൈൻസ് ഒന്ന് വരച്ചിട്ട് അതിന് മുകളിലും ഡോട്ട്സ് ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ 2 ലൈൻസിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് 5 ലീവ്സ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ വരച്ചെടുത്ത ഫ്ലവറിൻ്റെ സൈഡിലും ഇതുപോലെ ഒന്ന് 5 ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹംസ് വെച്ച് വരച്ച ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഇത്തിരി വലുപ്പത്തിൽ തന്നെ 3 സ്പൈറൽസ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്പൈറൽസിന് മുകളിലും ഇതുപോലെ ഒന്ന് പെറ്റൽസ് വലുതാക്കി തന്നെ ഒന്ന് വരച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ഒരു മഴത്തുള്ളിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുക. 2 വരുന്ന ലൈൻസ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് ആ ഒരു ലൈനിനെ കട്ടി കൂട്ടി വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ലൈൻ കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വരച്ചെടുക്കുമ്പോൾ ഇത്തിരി വലുപ്പം കൂട്ടിയിട്ടാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിൽ ഹംസ് വരച്ചെടുക്കുക. ഹംസിന് മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു ഭാഗത്തുള്ള 2 ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് 5 ലീവ്സ് വരച്ചിട്ട് ഈ ഒരു ഭാഗം ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ ഫിംഗർ തുടങ്ങുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒരു സ്പൈറൽ വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സ്പൈറലിന് മുകളിൽ ഹംസ് വരച്ചിട്ട് ഒരു ഫ്ലവറാക്കി എടുക്കുക. ഇനി ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ ഒരു സ്പൈറൽ കൂടെ വരച്ച് കൊടുത്തിട്ട് അതിന് മുകളിലും ഇതുപോലെ തന്നെ ഒന്ന് ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു 2 ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് കൂട്ടിമുട്ടുന്ന രീതിയിൽ 3 സ്പൈറൽസ് ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ സ്പൈറൽസിന് മുകളിൽ പെറ്റൽസ് ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഫ്ലവേഴ്സിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് മഴത്തുള്ളിൻ്റെ ഷേപ്പ് വരച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ലൈൻസ് ഒന്ന് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ലൈനിന് മുകളിലും ഹംസ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ വരച്ചെടുത്ത ഹംസിന് മുകളിലും ചുറ്റിലായിട്ട് ഒന്ന് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ താഴെ വരച്ചെടുത്ത 2 ഫ്ലവേഴ്സിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഒന്ന് ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം മഴത്തുള്ളി വെച്ച് വരച്ച ഫ്ലവറിൻ്റെ മുകളിലായിട്ട് 3 സ്പൈറൽസ് ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിലും പെറ്റൽസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിലായിട്ട് വരുന്ന ഒരു കർവ് വരുന്ന ലൈൻ മാത്രം ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് വലിയൊരു ഡോട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന ഫ്ലവറിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് 5 ലീവ്സ് വരച്ചിട്ട് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി താഴെ വരച്ച ഫ്ലവറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് 3 ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കൈയിൻ്റെ അടുത്തൊരു സൈഡിലും ആദ്യം ചെയ്ത പോലെ തന്നെ സ്പൈറൽ വെച്ചിട്ടുള്ള ഫ്ലവർ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഫ്ലവറിനോട് ചേർന്നും ഏകദേശം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്ത ഡിസൈൻ്റെ കൂട്ടത്തിൽ മെഹന്തി ഉണ്ടാക്കുന്ന വീഡിയോ കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കോൺസൊക്കെ വാങ്ങി വരച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ആ ഒരു വീഡിയോ കണ്ടിട്ട് കോൺസ് സെയിൽ ചെയ്യുന്നവർക്കൊന്നും തോന്നരുത്, നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ വന്നു ചേരും എന്നാണല്ലോ. ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടും അത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതുപയോഗിച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ്. ക്രാഫ്റ്റ് ആയാലും അതുപോലെ തന്നെ മെഹന്തി ആയാലും. ഇടയ്ക്ക് സംസാരിക്കുന്ന കൂട്ടത്തിൽ 1-2 പേരിങ്ങനെ സൂചിപ്പിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ പറഞ്ഞത്. ഈ പറയുന്ന ഞാനും ഓർഗാനിക് കോൺസൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 4-5 മാസമേ ആയിട്ടുള്ളൂ. ഈ ഒരു ചാനൽ തുടങ്ങി തുടക്കത്തിലൊക്കെ നോർമൽ കോൺസ് ഉപയോഗിച്ചിട്ടാണ് മെഹന്തിയൊക്കെ വരച്ചിരുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റെയിന് കയ്യിൽ നിൽക്കുന്നതുകൊണ്ട് അടുത്തൊരു ഡിസൈൻ വരക്കാൻ വേണ്ടിയിട്ട് സ്റ്റെയിന് പോകുന്നവരെ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ തന്നെ കോൺസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. 2-3 തവണ ബ്രൈഡ്സിന് ഓർഗാനിക് മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നല്ലാതെ ഇപ്പോഴാണ് ഞാനും കോൺസൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അതും സ്റ്റെയിനൊന്നും ഇല്ലാത്ത, ഓയിലൊന്നും ചേർക്കാത്ത ഞാൻ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന മെഹന്തി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എൻ്റെ കൂടെ ഒരാൾ കൂടെ കൂടിയിട്ടുണ്ട്. സാധാരണ എൻ്റെ കയ്യിലാണ് മെഹന്തി ഇടാറെങ്കിലും ഒത്തിരി തവണ ഇട്ടതിൻ്റെ ഓറഞ്ച് കളറായിട്ട് കൈ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് അനിയത്തി കൈ തന്ന് സഹായിച്ചതാണ്. ആൾക്ക് ഫുള്ളായിട്ട് മെഹന്തി ഇടുന്നതാണ് ഇഷ്ടമെങ്കിലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറേ ടൈം ഒരേപോലെ തന്നെ ഇരിക്കേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ഒരു സിമ്പിൾ ഡിസൈനാക്കി എടുത്തതാണ്. പക്ഷേ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ 38-40 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ഭാഗത്ത് ഡിസൈൻ വരച്ചെടുക്കുമ്പോൾ 1-2 സ്ഥലങ്ങളിൽ ഇതുപോലെ 2 റൗണ്ടുകൾ ഒന്നിൻ്റെ ഉള്ളിലായിട്ട് ഒന്ന് വരുന്ന രീതിയിൽ വരച്ച് കൊടുത്തിട്ട് സെൻട്രലായിട്ടൊരു ഡോട്ട് ഇട്ടെടുക്കുന്നുണ്ട്. ബാക്കി ഏകദേശം മുന്നേ ചെയ്തെടുത്ത പോലെയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.